രവിശങ്കർ സാറിൻ്റെ കാര്യം, അദ്ദേഹത്തെ ജനം ടി വിക്ക് വേണ്ടി ആ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ചർച്ചകൾ, ആ ഒരു ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചർച്ച അന്ന് അദ്ദേഹം സാഹിത്യ വിമർശനം ആ മാസികയിലായിരുന്നു എഴുതിയിരുന്നത്. അതിനെ അധികരിച്ചുകൊണ്ട് ഇപ്പോൾ സുനിൽ പി ഇളയിടത്തിൻ്റെ മറുപടികളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. കൃത്യമായ പേജ് നമ്പറൊക്കെ ഇത് ഇന്നതിൽ നിന്ന് എടുത്തതാണെന്നുള്ള കൃത്യമായ എഴുത്തായിരുന്നു. പക്ഷേ അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച പോലും ഉണ്ടായില്ല. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായി, കമൻറ്റുകളൊക്കെ ഉണ്ടായി. അല്ലാതെ സാഹിത്യ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല എന്ന് പറയാനോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ കഴിയില്ല. കാരണം രവിശങ്കർ നായർ ഉന്നയിക്കുന്നത് വസ്തുതാപരമായ കാര്യമാണ്. അത് ആരോപണമല്ല, അധിക്ഷേപമൊന്നുമല്ല. അതെ, വസ്തുതാപരമായിട്ട് ഇന്നേ കാര്യങ്ങൾ, ഇന്നേ പകർപ്പ് രചനയാണ്, ഇന്നേ ഖണ്ഡിക അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷേ അതിൻ്റെ ഉറവിടം കൊടുത്തിട്ടില്ല. അദ്ദേഹം ഖണ്ഡിക തിരിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ മറുപടി പറയും? അതുകൊണ്ട് അത് സുനിൽ പി ഇളയിടത്തിൻ്റെ കഴിവില്ലായ്മയല്ല, അദ്ദേഹത്തിന് പറ്റില്ല അത്. അതുകൊണ്ട് അദ്ദേഹം അനങ്ങിയില്ല, മിണ്ടിയില്ല. പകരം എന്ത് ചെയ്തു? ഒരു 10-15 ഈ സാംസ്കാരിക പ്രവർത്തകരെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ അങ്ങനെയുള്ള രചനകളൊക്കെ ആവശ്യമാണ്, എങ്കിൽ മാത്രമേ വളരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഒരു ഒപ്പ് ശേഖരണം നടത്തിയിട്ട് അതിൽ സച്ചിദാനന്ദനുണ്ട്, KN പണിക്കരുണ്ട്, കേശവൻ വെളുത്താട്ട് എന്ന് പറയുന്ന ചരിത്രകാരനുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഒപ്പിട്ടിട്ട് ഈ സുനിൽ പി ഇളയിടത്തെ പ്രതിരോധിക്കാൻ വന്നു. അന്ന് ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള ആരോടും ഉന്നയിച്ചിട്ട് ഒന്നുകിൽ തെറ്റാണെന്ന് പറയും, ശരിയാണെന്ന് പറയും, ഇതേ ആവശ്യമുള്ളൂ. പക്ഷേ ഇത്തരം സാംസ്കാരിക നേതാക്കന്മാരെയൊക്കെ മുൻനിർത്തിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ, സുനിൽ പി ഇളയിടത്തെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം പ്രതിരോധത്തിലാകുമ്പോൾ പാർട്ടിയാണ് പ്രതിരോധത്തിലാവുന്നത്. ഇതാണ് പ്രശ്നം. പാർട്ടി അവിടെ പ്രതിരോധത്തിലാവുകയാണ്. സുനിൽ പി ഇളയിടത്തിൽ വ്യക്തിയല്ല അവിടെ ഡിഫൻസ് മൂഡിലാവുന്നത്, ഒരു പാർട്ടി മൊത്തമാണ്. അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞത് സുനിൽ പി ഇളയിടമാണ്. ഇങ്ങനെ രീതിയിലേക്ക് വന്നു സംഭവം അത്. അപ്പോൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ആനിമൽ ഫാം എന്ന് പറയുന്ന ജോർജ് ഓർവെലിൻ്റെ ഫേമസ് ആയ നോവലുണ്ടല്ലോ. അതിൽ ഈ ജോൺസ് എന്ന് പറയുന്ന ഉടമസ്ഥൻ്റെ ഈ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൃഗങ്ങളൊക്കെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിട്ട് പന്നികൾക്ക്, ആനിമൽ ഫാമിലെ പന്നികൾക്ക് നേതൃത്വം കൊടുത്തു. അവർക്ക് നേതൃത്വം ഏറ്റെടുത്ത് കൊടുത്തു. അതിലെ നേതാവായിരുന്നു നെപ്പോളിയൻ എന്നുള്ള പന്നി. അപ്പം നെപ്പോളിയൻ അവസാനം ഏകാധിപത്യമായിട്ട് മാറിയപ്പോൾ ഈ മറ്റു മൃഗങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ ആസ്വദം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സ്കീലർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ജോൺസ് തിരിച്ചു വരണം ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കാര്യം. അതായത് സുനിൽ പി ഇളയിടത്തെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സംഘപരിവാറിനെയാണ് സഹായിക്കുന്നത് എന്ന രീതിയിൽ ഒരു ആഖ്യാനം വന്ന സംഭവം. അപ്പോൾ സംഘപരിവാർ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, പാർട്ടി പ്രതിരോധമാണ്. ഇങ്ങനെ സംഘപരിവാറിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുടെ എന്നുള്ള പേരിൽ ഇവിടെ തളച്ച് വളർന്നിട്ടുള്ള ഈ പറയുന്ന ബുദ്ധിജീവി സംഘമാണ് കുറേ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിക്ക് തന്നെ അവസാനം ക്ഷീണമായി എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരുപാട് ചർച്ചകളിൽ ഒരു അഭിപ്രായം ഞാൻ കണ്ടത്, ഇപ്പോൾ സുനിൽ പി ഇളയിടം എന്നുള്ള പ്രഭാഷകൻ്റെ പ്രഭാഷണമാണ് കൂടുതൽ ഇടതുപക്ഷം തിരിച്ചടിയാക്കിയിട്ടുള്ളത്. കാരണം അയാൾ ഏതൊക്കെ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ല, കമൻറ്റ് പറയുന്നതാണ്. ഭരതനാട്യത്തെക്കുറിച്ച് പറയുന്നു, ചിത്രകലയെക്കുറിച്ച് പറയുന്നു, സാഹിത്യത്തെക്കുറിച്ച് പറയുന്നു, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു, മനഃശാസ്ത്രത്തെ, എല്ലാ വിജ്ഞാന ശാഖകളെക്കുറിച്ചുമാണ് ഇദ്ദേഹം പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒരാൾക്ക് ഇത്രയധികം വിജ്ഞാനങ്ങളിൽ ഒരു വ്യാപരിക്കാൻ എവിടുന്നാണ് സമയം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്നൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ഒരു പാട്ടുകാരുടെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു പാട്ടുകാരി 20 ഭാഷകളിൽ പാടുന്നു എന്നൊരു റെക്കോർഡ് ഉള്ളതാണ്. അതുകൊണ്ട് സംഗീതത്തിന് എന്താണ് നേട്ടം? ഒരു പാട്ടുകാരി 20 ഭാഷയിൽ പാടുന്നുള്ളത് സംഗീതത്തിനോ അവർക്കും പ്രശ്നം. അതുകൊണ്ട് ഈ സുനിൽ പി ഇളയിടം എല്ലാ വിഷയങ്ങളിലും ലേഖനം ചെയ്തതുകൊണ്ട് പാർട്ടിക്ക് എന്താണ് നേട്ടം? ഇതാണൊരു ചോദ്യം. ഞാൻ പറഞ്ഞു ഇത് തമാശയാണ് എടുക്കുക. പക്ഷേ VC ശ്രീജൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഒരു വിഷയത്തിൽ മാത്രമേ ഒരാൾക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 1-2 വിഷയങ്ങളിൽ. ഇത് 10-16 വിഷയങ്ങളിൽ ആധികാരികമായി സംസാരിക്കണമെങ്കിൽ ഒന്നുകിൽ അയാളൊരു അമാനുഷികനായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ വ്യാജമായിരിക്കണം. രണ്ടാമതാണ് ശരിയെന്ന് രവിശങ്കർ നായർ തെളിവോട് കൂടിയിട്ട് ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ അതൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ സാംസ്കാരിക ലോകം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുരന്തം.